ആരെതിർത്താലും ഇവരെ ഞാനിന്ന് ഇവിടുന്ന് കൊണ്ടുപോകും. മോനെ മോനെ വിഷ്ണു, മോനൊന്ന് പറയ് ഞാൻ ചെയ്തിട്ടില്ലാന്ന്. മോളെ നീ ഒന്ന് പറയും മോളെ, ഞാൻ ചെയ്തിട്ടില്ല. പിടിച്ച് കയറ്റി വരെ വണ്ടിയിലേക്ക്. വിഷ്ണു വിഷ്ണു ശാലിനി വിഷ്ണു പറ മോളെ, ഞാൻ ചെയ്തിട്ടില്ല. മോളെ എന്നെ കൊണ്ടുപോലെന്ന് പറ മോളെ. എന്നോടോ ഈ വീടിനോടോ ഏതെങ്കിലും പകയുണ്ടെങ്കിൽ അത് ഈ കേസിൽ ശാരദമ്മയോട് എടുക്കരുത്. അതെന്ത് സംസാരം വിഷ്ണു? നിന്റെ വീട്ടിൽ നിന്ന് കിട്ടിയ പരാതി അന്വേഷിക്കാനല്ലേ ഞാൻ വന്നത്. പ്രതിയെ കൈയോടെ പിടിച്ചു, തൊണ്ടി മുതലും കിട്ടി. ഞാനൊന്നും ചെയ്തിട്ടില്ല മോനെ. മോനെ വിഷ്ണു, മോനെ വിഷ്ണു. ഇനി വ്യക്തമായ തെളിവുകളോടെയും മൊഴികളോടെയും പ്രതിയെ കോടതിയിൽ ഹാജരാക്കി അർഹിക്കുന്ന ശിക്ഷ വാങ്ങിക്കൊടുക്കുക എന്നതാണ് ഒരു പോലീസ് ഓഫീസർ എന്ന നിലയിൽ എന്റെ കർത്തവ്യം. ഇയാള് വലിയ IAS-നൊക്കെ പഠിക്കുന്ന ആളല്ലേ, ഒന്ന് പറഞ്ഞു കൊടുക്ക്. ആ പിന്നെ പകയുടെ കാര്യം നീ ഓർമ്മിക്കുന്നുണ്ടോടാ? നമ്മുടെ ആദ്യത്തെ കൂടിക്കാഴ്ച. സത്യാമ്മയ്ക്കൊരു അത്യാവശ്യം വന്നാ ഞാൻ സഹായിക്കും. അതുപോലെ എനിക്കും എന്തെങ്കിലും ഒരു ആവശ്യം വന്നാ സത്യാമ്മയെ സഹായിക്കണം. അതെ, മടിശീലയിലുള്ള എമാമാരെ കൊണ്ട് എന്തെങ്കിലും ചെയ്യിക്കാൻ പറ്റുമോ? നീ സത്യഭാമയൊന്ന് നോക്കട്ടെ. ഇനി നീ വെഞ്ഞാറമൂടി കാണില്ല സഹദേവ. കാഞ്ഞങ്ങാടൊക്കെ ഒന്ന് കണ്ടിട്ട് വാ. ഓക്കെ? വലിയ തരക്കേടില്ലാത്ത സർവീസിലിരുന്ന സഹദേവന്റെ കഷ്ടകാലം അന്നു തുടങ്ങിയതാ. അറിയാലോ, സർവീസ് ബുക്കിൽ ഒരു ബ്ലാക്ക് മാർക്ക് വീണ അതെന്നേക്കൊരു കറയാ. ഈ പറയെടുപ്പെന്നൊക്കെ പറയില്ലേ വിഷ്ണു? ദേവിയുടെ തിടമ്പം കൊണ്ട് ഓരോ വീട്ടുവാതിക്കലും വന്ന് നിൽക്കുന്ന ആനയുടെ അവസ്ഥ. അതുപോലായിരുന്നു സഹദേവന്റെ കാര്യവും. സഹദേവൻ കാണാത്ത ഒരു സ്റ്റേഷനും ഇല്ല. 6 മാസം കൂടുമ്പോൾ ട്രാൻസ്ഫർ. ഒരുപാട് ഏമാമാരുടെ കാല് കഴിയും വീടുപണി ചെയ്തൊക്കെ തന്നെയാ ഒടുവിൽ ഇങ്ങോട്ടൊരു ട്രാൻസ്ഫർ ശരിയാക്കി വന്നത്. അതും വിത്ത് പ്രമോഷൻ. എന്നിട്ടെന്തായി? നീ ഈ നിൽക്കുന്നവളുടെ കമ്മീഷൻ അമ്മയൊക്കെ കൂടി അത് ചുരുട്ടിക്കൂട്ടി കൈ വെച്ച് തന്നു. വീണ്ടും സസ്പെൻഷൻ, പണിഷ്മെന്റ്, ട്രാൻസ്ഫർ. സഹദേവനിപ്പോ വന്നിരിക്കുന്നത് കോഴിക്കോട്ട് നിന്നാ. നിന്നെപ്പോലെ എനിക്കും ഭാര്യയും മക്കളോ കൊണ്ട് വിഷ്ണു. അവരെ ഞാൻ എവിടെ താമസിപ്പിക്കും? കുട്ടികളെ ഏത് സ്കൂളിൽ പഠിപ്പിക്കും? 6 മാസം കൂടുമ്പോ സഹദേവന് പറയുന്നല്ലേ കുടുംബവും കുട്ടികളെയൊക്കെ തോളിലെടുത്ത് വെച്ചോണ്ട്. സഹദേവ, ഞാൻ പറയുന്നൊന്നും. അതുകൊണ്ട് പകയുണ്ടെങ്കിൽ അത് വീട്ടിയിരിക്കും വിഷ്ണു. ഈശ്വര, ശാരദനെ എന്തിനാ ജീവിക്കുന്നത്? ശാരദയുടെ മക്കളിനെ എങ്ങനെ പുറത്തിറങ്ങും? വണ്ടി ഇറോ. മോളെ ശാലിനി, മോളെ ശാലിനി, വിഷ്ണു മോനെ ശാലിനി, എന്നെ കൊണ്ടുപോലെന്ന് പറ മോനെ. ശാലിനി മോനെ, അയ്യോ ശാലിനി.
വിഷ്ണുട്ട, അമ്മ ശാലിനി, എന്തെങ്കിലും ചെയ്. നമുക്ക് എന്തെങ്കിലും ചെയ്യാം. ശാലിനി പിള്ളേ, ഭാമേ, നിനക്കൊന്നും തോന്നില്ലേ? നീ എന്തൊക്കെയാ ചെയ്ത് കൂട്ടുന്നെന്ന്? കുടുംബത്തിലെ ഒരാളെയാണോ കുറച്ച് സ്വർണത്തിന്റെ പേര് പോലീസ് പിടിച്ചു കൊടുക്കുന്നത്? അതും ശാരദാമ്മയാണ് എടുത്തതെന്ന് ഒരു ഉറപ്പില്ലാതെ. തെളിവില്ലാന്ന് ആരാ അങ്കിളെ പറഞ്ഞേ? നിന്റെ കൈ എന്ത് തെളിവുണ്ടായിട്ടാടി? ഒരു സൂചന കിട്ടിയിട്ട് തന്നെയാ ഞാൻ സ്വർണലക്ഷ്മി പൂജയ്ക്ക് പ്രീതിയുടെ സ്വർണം ആന്റിയോട് ചോദിച്ചതും കടന്നു കളയാൻ തുടങ്ങിയ ശാരദാമ്മയെ തടഞ്ഞു നിർത്തിയതും. നിനക്ക് എന്ത് സൂചന കിട്ടിയതാ? ഞാൻ തന്ന സ്വർണം ബാഗിൽ വെച്ചോ അമ്മയെന്ന് ശാലിനി ശാരദാമ്മയോട് ചോദിക്കുന്നത് ഞാൻ കേട്ടതാ. ഞാനാദ്യം അതത്ര കാര്യമായിട്ടൊന്നും എടുത്തില്ല. അവര് തമ്മി സ്വകാര്യമായിട്ടായിരുന്നു സംസാരം. സ്വർണലക്ഷ്മി പൂജയല്ലേ, അതിനെപ്പറ്റിയുള്ള സംസാരമായിരിക്കുന്നു ഞാൻ കരുതി. പക്ഷെ അടുത്ത വാചകങ്ങൾ കേട്ടപ്പോ എനിക്കൊരു സംശയം തോന്നി. സ്വർണം രണ്ടായി പകുത്ത് ശാരികയ്ക്കും ശ്യാമയ്ക്കും കൊടുക്കണമെന്നും ആ രാജീവ് സാറിന്റെ കടം തീർക്കണമെന്നൊക്കെ. അതിന് മാത്രം സ്വർണം എവിടെയെന്ന് എനിക്കൊരു സംശയം തോന്നി. ഇന്നലെ രാത്രി ശാലിനി പ്രീതിയുടെ റൂമിനടുത്ത് കറങ്ങുന്നത് ഞാൻ കണ്ടതാ. ഭാമേ, നട്ടാക്കുരുക്കത്തെ കള്ള അവള് പറയുന്നൊക്കെ. ഞാൻ കണ്ടതും കേട്ടതും കള്ളമാണെന്ന് അങ്കിൾ എങ്ങനെയാ പറയുന്നേ? മോഷണം കൈയോടെ പിടികൂടിയിട്ടും എനിക്കാണോ പഴി? ഇത് നല്ല കഥയെ. ഞാൻ പറഞ്ഞത് അവിടെ വർക്കൗട്ടായിന്ന് തോന്നുന്നു. നിരന്തരമായി ആ കുഞ്ഞിന്റെ സാമീപ്യം ഉണ്ടാകുമ്പോ അവളെ എടുക്കാനും ലാളിക്കാനും ഒക്കെ മനസ്സ് വെമ്പും. ആ വെമ്പല് മാത്രം മതി പ്രീതിയെ എഴുന്നേൽപ്പിക്കാൻ. നിങ്ങളുടെ അതിബുദ്ധിയാ ശാരദാമ്മേ. ഇപ്പൊ നിങ്ങൾക്ക് പോലീസ് ജീപ്പിൽ ഒരു VIP സീറ്റ് വാങ്ങി തന്നത്. നിങ്ങളുടെ മകളെ ആ കുട്ടിപ്പിശാശിനെയും കൂടി ഒഴിവാക്കാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. ശരിക്കും മോഷണം നടത്തിയത് ശാലിനിയാണെന്നാണ് നീ പറയുന്നത്? ഞാൻ ഇനി ഇതിൽ കൂടുതൽ എന്ത് പറയാനാ ഭാമന്റി? എടുക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല, അത്രേ ഉള്ളൂ. ഭാമേ, നീ അവളെ വിശ്വസിക്കല്ലേ? എന്നിട്ട് നീ എന്താ ഈ വിവരം പോലീസിനോട് പറയാതിരുന്നത്? ആന്റിയുടെ ബുദ്ധിക്ക് ഇതെന്താ പറ്റിയത്? സത്യഭാമയുടെ മരുമോളെ നാത്തൂന്റെ സ്വർണം മോഷ്ടിച്ചതിന് ഈ വീട്ടിന് അറസ്റ്റ് ചെയ്തോണ്ട് പോണോ? ശാരദാമ്മയാവുമ്പോ ശാലിനിക്ക് അതൊരു മുന്നറിയിപ്പും താക്കീതും ആവും. ആന്റി, ഞാൻ നമ്മുടെ കുടുംബത്തിന് വേണ്ടി ആലോചിച്ച് പ്രവർത്തിച്ചു എന്നേ ഉള്ളൂ.
ഞാൻ ചെയ്തത് തെറ്റാണോ ആന്റി? ഒരിക്കലും അല്ല മോളെ, നീ ചെയ്തത് തന്നെ ശരി. കുറ്റവാളിക്ക് ശിക്ഷ വിധിക്കുന്നത് ഇവിടുത്തെ നീതിന്യായ കോടതിയല്ല, സത്യഭാമയുടെ കോടതിയാ. സത്യഭാമയുടെ ഈ കോടതിയില്ല. ഭാമി, നീ അമ്മേ, ശാരദാമ്മയ്ക്കെതിരെ പരാതിയില്ല, നമ്മ പോലീസിനെ വിളിച്ച് പറയണം. അതിന് പരാതി ഇല്ലെങ്കിലല്ലേ? സത്യഭാമയ്ക്ക് പരാതി ഉണ്ടടാ. അമ്മേ, അമ്മ എങ്കിലും എനിക്കും അറിയാം എന്താ ചെയ്യേണ്ടത്. സത്യഭാമയുടെ മകൻ തന്നെ ഞാനും. ഞാൻ വിളിച്ചു പറഞ്ഞാലും കേൾക്കുന്ന പോലീസുകാരുണ്ട്. ഇങ്ങ് ലോക്കൽ സ്റ്റേഷൻ മുതൽ അങ്ങ് പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സ് വരെ. മാഷാലി, മോനെ വിഷ്ണു, മോനെ മാറ. വിഷ്ണുട്ടൻ വിളിച്ചു പറഞ്ഞിട്ട് ശാരദാമ്മ വിട്ടാ ഞാൻ ഈ പണിപ്പെട്ടതൊക്കെ എന്തിനാ? വിഷ്ണു, നീ ഇങ്ങ് താഴേക്ക് ഇറങ്ങി വാ. സത്യഭാമയുടെ മകൻ എന്നുള്ള അഹങ്കാരത്തിൽ നിന്ന് താഴേക്ക് ഇറങ്ങി വരാനാ നിന്നോട് പറഞ്ഞത്. ഭാമി, സത്യഭാമയേക്കാൾ വലുതാണോ സത്യഭാമയുടെ മകൻ? അങ്ങനെ ആകണമെങ്കിൽ സ്വന്തമായിട്ട് അധ്വാനിച്ച് എന്തെങ്കിലും ഉണ്ടാക്കണം. നീ ഇപ്പൊ ഈ ചവിട്ടി നിൽക്കുന്ന പടിക്കെട്ട് പോലും സത്യഭാമയുടെ വിയർപ്പിൽ കല്ലിട്ടുറപ്പിച്ചതാ. എല്ലാം നേടിയെന്നുള്ള അഹങ്കാരം ഉണ്ടെങ്കിൽ അതിന്ന് താഴേക്ക് ഇറങ്ങാനാ പറഞ്ഞത്. വാടവിടെ. എടാ വരാൻ. നീ വിളിച്ചു പറഞ്ഞ കേൾക്കുന്നവരുണ്ടാവും. ഇങ്ങ് ലോക്കൽ സ്റ്റേഷൻ മുതൽ അങ്ങ് പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സ് വരെ. അത് സത്യഭാമയുടെ മകനായിട്ട്, അല്ലാതെ നീ ഒന്ന് വിളിച്ചു നോക്കടാ. ഭാമി, നീ എന്തൊക്കെയാ പറയുന്നൊന്നും പ്രവർത്തിക്കുന്നൊന്നും അറിയാമോ? രാഘവേട്ട, ഇനി ഇങ്ങനെ മുന്നോട്ട് പോകാൻ വയ്യ എനിക്ക്. ഭാമി, അമ്മേ, അമ്മയ്ക്ക് എന്താ വേണ്ടേ? ഇന്ന് നീ അമ്മയുടെ കൈ തടുത്തു. നാളെ നിന്റെ കൈ അമ്മയുടെ നേരെ ഉയരില്ലെന്ന് പറയാനാവില്ലല്ലോ. അതിനൊക്കെ കാരണക്കാരി ആരാണെന്നും എനിക്കറിയാം. രാഘവേട്ട് പറഞ്ഞല്ലോ കുടുംബം തകർന്നു. ശരി തന്നെയാ. പക്ഷേ സത്യഭാമ ക്ലേശിച്ചുണ്ടാക്കിയ കുടുംബം ഇത്. ഈ കുടുംബം, ഈ സ്വത്ത്, ഇതൊക്കെ. അതുകൊണ്ട് മുന്നോട്ട് പോകുന്നതിന് മുൻപ് ചില തീരുമാനങ്ങൾ എടുക്കണം. എടുത്തേ പറ്റൂ. ശരി, അമ്മയ്ക്ക് തീരുമാനിക്കാം. അമ്മയല്ല, ഇന്ന് തീരുമാനം എടുക്കുന്നത് നീ ആയിരിക്കും. നീ. സത്യഭാമ തീരുമാനം എടുത്തൊന്നും അത് തെറ്റായി പോയെന്നും നാളെ ആരും പറയരുതല്ലോ. എന്റെ 3 ചോദ്യങ്ങൾ, അതെ അല്ലെങ്കിൽ അല്ല എന്നുള്ള ഉത്തരം തരണം നീ. അതിനുശേഷം വേണം തീരുമാനം പറയാൻ. സത്യഭാമയുടെ തീരുമാനം. നീ കുറച്ചു മുമ്പ് പറഞ്ഞല്ലോ ഞാൻ എന്റെ മക്കളോട് കരുതൽ കാണിച്ചിട്ടില്ലെന്ന്. എന്റെ ചലനം മറ്റു കിടക്കുന്ന മോളോടൊപ്പം ഒരു
10 മിനിറ്റ് തികച്ച് ചെലവഴിച്ചിട്ടില്ലെന്ന്. സുസ്മിതയോടൊപ്പം പുറത്തു പോകുന്നതും അവളോട് സംസാരിക്കുന്നതേ നീയൊക്കെ കാണുന്നുള്ളൂ. നീ നിന്റെ ഭാര്യയോടൊപ്പം ബെഡ്റൂമിൽ കയറി വാതിലടച്ചു കഴിഞ്ഞും രാത്രിയിൽ എത്രയോ നേരം ഞാൻ അവളുടെ കൈ പിടിച്ച് കാവലിരിക്കുന്നുണ്ടെന്ന് നിനക്കറിയാമോ? അങ്ങനെ ഉറങ്ങാതെ ഹൃദയത്തോട് മാത്രം സംസാരിക്കുന്ന എത്രയോ ദിവസങ്ങൾ. അതൊന്നും മറ്റാരും അറിഞ്ഞിട്ടില്ല, ഈ ഇരിക്കുന്ന മനുഷ്യനല്ലാതെ. അതൊക്കെ പോട്ടെ. അമ്മ മക്കൾക്ക് കൊടുത്തിരിക്കുന്ന സ്ഥാനവും കരുതലും ഒക്കെ അളന്ന് ബോധ്യപ്പെടുത്താനുള്ളതല്ല. എന്റെ ചോദ്യം ഇത്രയേ ഉള്ളൂ. സിദ്ധൻ ജപിച്ച എന്ന യന്ത്രം പഞ്ചകൈലാസത്തിലെ ശിവക്ഷേത്രത്തിൽ സ്ഥാപിച്ചിരുന്നുവെങ്കിൽ ഇതൊക്കെ ഉണ്ടാവുമായിരുന്നോ? ശാലിനി അത് അവിടെ സ്ഥാപിച്ചില്ല. സത്യമാണോ അല്ലയോ? അമ്മേ, അത് അതെ അല്ലെങ്കിൽ അല്ല? അതെ, സ്ഥാപിച്ചിട്ടില്ല. നിങ്ങൾ 6 പേരെയും ഒരു കൈക്കുഞ്ഞിനെയും കൂടെയാ ഞാൻ പഞ്ചകൈലാസത്തിലോട്ട് പറഞ്ഞയച്ചത്. അവിടെ വെച്ച് 2 അപകടങ്ങൾ നടന്നു. രോഹിത്തിന്റെ തിരോധാനവും എന്റെ പ്രീതിയുടെ വീഴ്ചയും. അവിടെ നിന്ന് പാറക്കുട്ടിയും കൊണ്ട് ആദ്യം ഇവിടെ മടങ്ങിയെത്തിയത് ഈ ശാലിനിയും സുസ്മിതയോ? രോഹിത്തിനുണ്ടായ അപകടത്തിന്റെ ആഘാതത്തിലായിരുന്നു സുസ്മിത. ശാലിനി ആ നിമിഷം മുതൽ പ്രീതിക്കുണ്ടായ ആപത്തിന്റെ കാര്യം എന്നിൽ നിന്നും മറച്ചുവെച്ചു. അത് സത്യമാണോ അല്ലയോ? അമ്മ, അതമ്മയ്ക്ക് ഹാർട്ട്. നിർത്തടാ. അമ്മയുടെ ഹാർട്ട് എപ്പോഴും അവിടെ തന്നെ ഉണ്ട്. ആ ചോദ്യത്തിന് അതെ അല്ലെങ്കിൽ അല്ല, അതിന് മാത്രം ഉത്തരം പറഞ്ഞാൽ മതി. ശാലിനി ആ വിവരം എന്നിൽ നിന്നും മറച്ചു വെച്ചത് സത്യമാണോ അല്ലയോ? സത്യമാണ്. എന്റെ മകള്, ഞാൻ നൊന്ത് പ്രസവിച്ച മകള് അങ്ങോട്ടോ ഇങ്ങോട്ടോ എന്നറിയാതെ ആശുപത്രി കിടക്കി കിടക്കുമ്പോ നെഞ്ചു വിരിച്ചു നടന്ന ഈ സത്യഭാമയെ ഒരു വിട്ടി, സത്യഭാമയെ വിട്ടിയാക്കി. ഇതിനു മുൻപ് ഒരാള് മാത്രമേ സത്യഭാമയുടെ കൈ തടുത്തിട്ടുള്ളൂ. അതെ, ഇവള്. അത് ഞാൻ എന്റെ മകൾക്ക് വേണ്ടിയിട്ടാണല്ലോ എന്നോർത്ത് ക്ഷമിച്ചു. അന്ന് ഇവളെനിക്ക് ആരുമല്ലായിരുന്നു. പിന്നെ ഉപായത്തിലൂടെ ഇവൾ എന്റെ വീട്ടിൽ കയറിപ്പറ്റി, ഇവന്റെ ഭാര്യയായിട്ട്. പിന്നീട് നടന്നതൊന്നും ഓർമ്മിക്കാൻ തന്നെ എനിക്കിഷ്ടമല്ല. എന്റെ മകളുടെ ഗർഭം മറച്ചു വെച്ചത് മുതൽ അവളെ പെരുവഴിയിലൊരു പാലത്തിനടിയിൽ പ്രസവിക്കേണ്ടി വന്നതുവരെ. എടാ, സത്യഭാമയുടെ കൈ മാത്രമല്ല, വാക്കം തടുക്കാറായോ നീ? ഇനി എന്റെ അവസാനത്തെ ചോദ്യമാ.
ഇവളുടെ അമ്മ ഇവിടെ നിന്ന് സ്വർണം മോഷ്ടിച്ചു. അമ്മ സംസാരിക്കേട്ടടാ. അത് ചോദ്യം ചെയ്ത് ഇവളെ അടിച്ചു. ഒന്നല്ല 2 വട്ടം. അത് എന്റെ മുന്നിൽ വെച്ച്. അത് ചോദിക്കാൻ ചെന്നപ്പോഴാ നീ എന്റെ കൈ തടുത്തത്. ആരാടാ കാരണക്കാരി? അമ്മേ, ഞാൻ പറഞ്ഞോട്ടെ. ചോദിച്ചതിന് ഉത്തരം മാത്രം മതി വിഷ്ണു. പറ, ആരാ കാരണക്കാരി? ശാലിനി.